നമ്മുടെ ദുആക്ക് എന്തുകൊണ്ടാണ് ഇജാബത്ത് കിട്ടാത്തത്? നമ്മൾ ദുആയിരിക്കുമ്പോ പലതിനും അള്ളാഹു ഇജാബത്ത് നൽകണില്ല. അതാണ് പരാതി. എന്താ പരാതി? നമ്മൾ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അള്ളാഹിനോട് ദുആയിരിക്കുന്നുണ്ട്, പക്ഷെ ഉത്തരം കിട്ടണില്ല. എന്താ കാരണം? എന്തുകൊണ്ടാണ് അള്ളാഹു പലതിനും ഇജാബത്ത് നൽകാത്തത്? കരഞ്ഞുകൊണ്ട് കണ്ണീരൊലിപ്പിച്ചുകൊണ്ട് പലതും അള്ളാഹിനോട് പറയുന്നുണ്ട്, പക്ഷേ ഉത്തരം കിട്ടണില്ല. എന്താ കാരണം? ഒരു ചെറിയ സംഭവം നിങ്ങളോട് പറയട്ടെ. ഇമാം ബുഖാരിയും ഇമാം മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ബഹുമാനപ്പെട്ട അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പറയുന്നു, ബഹുമാനപ്പെട്ട യൂശഅ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടം, യൂശഅ നബി അലൈഹിസ്സലാമിന്റെ ജനതയോട് ബഹുമാനപ്പെട്ട പ്രവാചകനായ യൂശഅ നബി ഒരിക്കലേ പറഞ്ഞു, ഇന്നാലിന്ന നാടുമായിട്ട് നമുക്കൊരു യുദ്ധം ചെയ്യേണ്ട അവസ്ഥയിലെത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിലുള്ള എല്ലാവരും യുദ്ധത്തിന് തയ്യാറാവട്ടെ. എല്ലാവരും യുദ്ധത്തിന് തയ്യാറാവണം. നിങ്ങളുടെ കൂട്ടത്തിൽ കല്യാണം കഴിഞ്ഞിട്ട് ഭാര്യയുമായി കൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇളവ് നൽകിയിരിക്കുന്നു. അതുപോലെ വീടിന്റെ പണി നടക്കുന്നുണ്ടാകും, അതിനെ മേൽക്കുര വെക്കാൻ എത്തിയിട്ടുണ്ടാവുള്ളൂ, പക്ഷെ അതും കൂടി പൂർത്തിയാക്കാൻ കഴിയാത്ത ചില ആളുകൾ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവർക്കും ഞാൻ ഇളവ് നൽകിയിരിക്കുന്നു. അതുപോലെ ആടിന്റെ പ്രസവം കാത്തു നിൽക്കുന്ന ആളുകൾ ഉണ്ടാവും, അവർക്കും ഇളവ് നൽകട്ടെ. ബാക്കിയുള്ളവരെല്ലാവരും യുദ്ധത്തിന് തയ്യാറാവട്ടെ. ബഹുമാനപ്പെട്ട യൂശഅ നബി അലൈഹിസ്സലാം ഇതങ്ങ് പറഞ്ഞപ്പോൾ ജനങ്ങളൊക്കെ യുദ്ധത്തിന് വേണ്ടി തയ്യാറായി. യൂശഅ നബി അലൈഹിസ്സലാമിന്റെ കൂടെ യാത്ര തുടരുകയാണ്. അങ്ങനെ ഒരു ഗ്രാമത്തിലേക്ക് അങ്ങ് എത്തുകയാണ് അവർ ആ ഗ്രാമത്തിലെത്തുന്ന സമയം എപ്പോഴാണ്? ഫദനാ മിനൽ ഖറയത്തി സ്വലാത്തുൽ അസ്രി, അസ്ർ നിസ്കാരത്തിന്റെ ടൈം ആകുമ്പോഴാണ് ബഹുമാനപ്പെട്ട യൂശഅ നബിയും അനുയായികളും ആ ഗ്രാമത്തിലേക്ക് എത്തുന്നത്. ഇനി കുറഞ്ഞ സമയമേ ഉള്ളൂ രാത്രിയാവാൻ. ആ സമയത്തിനുള്ളിലേക്ക് യുദ്ധം തുടങ്ങാനും കഴിയില്ല, അവിടെ അന്ന് താമസിക്കാനും കഴിയില്ല. കാരണം ആ രാത്രിയിൽ അവർ താമസിച്ചാൽ ആ നാട്ടുകാർ അവരെ ഉപദ്രവിക്കോ, ആ യുദ്ധത്തിലെ പരാജയപ്പെട്ടു പോകോ. അതുകൊണ്ട് ആ നാട്ടിൽ അന്ന് രാത്രി താമസിക്കാതെ യുദ്ധം ചെയ്യാനും കഴിയില്ല. സമയം രാത്രിയോടടുത്തിരിക്കുന്നുവല്ലോ. യൂശഅ നബി എന്ത് ചെയ്തെന്നറിയുമോ? സൂര്യന്റെ നേരെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇന്നക മഅമൂറത്തുൻ വഅന മഅമൂറ, നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെയാണ് സൂര്യ നീ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നോടും അല്ലാഹു പല കാര്യങ്ങളും കൽപ്പിച്ചിട്ടുണ്ട്, അതുപോലെയാണ് ഞാനും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുമ്മ ഹബിസ് അലൈനാ, ഈ സൂര്യനെ അല്പസമയത്തേക്കൊന്ന് പിടിച്ചു വെക്കണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട യൂശഅ നബി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ അവിടെ നിൽക്കുകയാണ്. ബഹുമാനപ്പെട്ട യൂശഅ നബിയും മനുഷ്യരന്മാരും ആ നാട്ടുകാരോട് യുദ്ധം ചെയ്യുകയാണ്. ആ യുദ്ധത്തിൽ വിജയിക്കുന്നു. ഹത്താ ഫതഹല്ലാഹു അലൈഹി, യൂശഅ നബിയുടെ മേൽ അല്ലാഹു ആ യുദ്ധത്തിൽ വിജയം നൽകുകയാണ്. യുദ്ധം വിജയം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടി ഒനീമത്ത് സ്വത്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടുകയാണ്. ആ കാലഘട്ടത്തില് ഒനീമത്ത് സ്വത്തുക്കളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഭാഗത്തേക്ക് അങ്ങ് വെക്കും. എന്നിട്ട് വാനലോകത്തിൽ നിന്നൊരു തീ ഇറങ്ങി വന്നിട്ട് ആ തീ ആ ഒനീമത്ത് സ്വത്തുക്കളെ മൊത്തം കരിച്ചു കളയലാ പണി. അതെങ്ങനെയായിരുന്നു? പക്ഷേ ഒനീമത്ത് സ്വത്തുക്കളൊക്കെ ഒരുമിച്ച് കൂട്ടിയിട്ട് യൂശഅ നബിയും അനുചരന്മാരും ഒരു ഭാഗത്തേക്ക് അങ്ങ് മാറി നിന്നു. ആകാശത്ത് നിന്നിപ്പോൾ ഒരു തീ ഇറങ്ങി വരോ കാത്തു നിന്നപ്പോൾ അവര് കാത്തു നിൽക്കുകയാണ്. ആകാശത്ത് നിന്ന് വാനലോകത്ത് നിന്നൊരു അഗ്നി ഇവിടെ ഇറങ്ങി വന്നിട്ട് ഈ ഒനീമത്ത് സ്വത്ത് മുഴുവനും കരിച്ചു കളയുമെന്ന പ്രതീക്ഷയില്. പക്ഷേ ഫലം തതൈമുഹാ, അഗ്നി അത് ഭക്ഷിച്ചില്ല, അത് കരിച്ചു കളഞ്ഞില്ല.
യൂശൈ നബി കാത്തുനിന്നു. പക്ഷേ അഗ്നി വന്നുകൊണ്ട് കരിച്ചു കളയുന്നില്ലല്ലോ, അത് ഭക്ഷിക്കുന്നില്ലല്ലോ. യൂശൈ നബി പറഞ്ഞു, എന്നാൽ ഇതിനൊരു കാരണമുണ്ടാകും. എന്താണ് കാരണം? ഫഖാല ഇന്ന ഫീകും ഉലൂലാ, നിങ്ങളുടെ കൂട്ടത്തിൽ കബീലയിലുള്ളവരെ നിങ്ങൾ സൂക്ഷിച്ചോളോ, ഒരു കള്ളനുണ്ട്. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു കള്ളനുണ്ട്, അതുകൊണ്ടാണ് ഈ ഗനീമത്ത് സ്വത്തൊന്നും തീ വന്ന് കരിച്ചു കളയാത്തത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഗോത്രക്കാരിൽപ്പെട്ട ഓരോരുത്തരായി വന്നിട്ട് എന്റെ കയ്യൊന്ന് പിടിച്ചിട്ട് ഉടമ്പടി നടത്തട്ടെ. ഓരോരുത്തരായിട്ട് യൂശൈ നബി അലൈഹിസ്സലാമിന്റെ അരികിലേക്ക് വരികയാ. എന്നിട്ട് ഓരോരുത്തരും കയ്യ് പിടിച്ചുകൊണ്ട് ഉടമ്പടി ചെയ്യുകയാ, സത്യം ചെയ്യുകയാ. ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, ഞങ്ങളൊന്നും എടുത്തിട്ടില്ലേ. ഓരോരുത്തരായി വന്ന് പറഞ്ഞപ്പോ ഒരു മനുഷ്യനതാ യൂശൈ നബി അലൈഹിസ്സലാമിന്റെ കയ്യങ്ങ് പിടിച്ചപ്പോൾ അയാളുടെ കയ്യ് ബഹുമാനപ്പെട്ട യൂശൈ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അങ്ങ് ഒട്ടുകയാ. അയാൾക്ക് പിടിച്ചു വലിച്ചിട്ട് കഴിയുന്നില്ല, എടുക്കാൻ കഴിയാത്ത നിലക്ക് യൂശൈ നബി അലൈഹിസ്സലാമിന്റെ കയ്യിലേക്ക് അങ്ങ് കയ്യൊട്ടിയപ്പോൾ യൂശൈ നബി പറഞ്ഞു, ഇവനാ കള്ളൻ, ഇവനാണ് കൊള്ളക്കാരൻ, ഇവനാണ് വഞ്ചകൻ. പറഞ്ഞപ്പോ അയാളാകെ പേടിച്ചുപോയി. അദ്ദേഹം നേരെ ഓടിച്ചെന്ന് അയാളുടെ മാറാപ്പങ്ങ് എടുത്തിട്ട് അതിൽ നിന്ന് വലിയൊരു സാധനം അങ്ങെടുത്തു. ഒരു പോത്തിന്റെ, ഒരു പശുവിന്റെ തല പോലെ സ്വർണത്തിന്റെ ഒരു രൂപം അത് കൊണ്ടുവന്നിട്ട് ആ ഗനീമത്ത് സ്വത്തിന്റെ ഭാഗത്തേക്ക് അങ്ങിട്ടു. അപ്പയാണ് ആകാശത്തിൽ നിന്ന് വന്ന അഗ്നിഗോളം അതങ്ങ് കരിച്ചു കളയുകയോ. ബഹുമാനപ്പെട്ട യൂശൈ നബി അലൈഹിസ്സലാം അനുയായികളും ആ യുദ്ധത്തിൽ വിജയിച്ചുകൊണ്ട് തിരിച്ചു പോരുമ്പോ അല്ലാഹു അതാ ഉടനെ തന്നെ വിധി പറയുകയാണ്. ഇനി പാവപ്പെട്ടവരുണ്ടാകും, ഫക്കീറന്മാരുണ്ടാകും, അവരൊക്കെ ദാരിദ്ര്യം കൊണ്ടിട്ടല്ലേ ഇത് ചെയ്തു പോയത്. അതുകൊണ്ട് ഗനീമത്ത് സ്വത്ത് ഓഹരി ചെയ്യാനുള്ള വിധി വരികയാണ്. നമ്മുടെ സമുദായത്തിന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമുദായത്തിന് ഗനീമത്ത് സ്വത്ത് ഹലാലാക്കിയത് എങ്ങനെയാണ്? ബഹുമാനപ്പെട്ടവരെ, ഈ സംഭവം ഇമാം ബുഖാരി 3124 ഹദീസായിട്ടും ഇമാം മുസ്ലിം 4653 ഹദീസായിട്ടും കൊണ്ടുവരികയാണ്. പറഞ്ഞു വന്നത്, നമ്മുടെ ദുആക്ക് ഇജാബത്ത് കിട്ടാതിരിക്കാനുള്ള കാരണം എന്താ? ഭക്ഷിക്കുന്ന ഭക്ഷണത്തിൽ ഹലാലാകൂല, ഹറാമ് കലർന്ന ഭക്ഷണം കഴിച്ചിട്ടുണ്ടാകും. നമ്മുടെ ജീവിതത്തിൽ ഹറാമിന്റെ അംശം നമ്മുടെ വയറ്റിലേക്ക് വരുമ്പോൾ പിന്നെ നമ്മൾ അള്ളാഹുവോട് തേടുന്ന അള്ളാഹ് സ്വീകരിക്കുക. സൂക്ഷ്മതയോടെ ജീവിക്കുമ്പോൾ അള്ളാഹ് സ്വീകരിക്കും. അറിയാതെ പെട്ടുപോകുന്നതല്ല, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഹറാമായ അംശം നമ്മുടെ വയറ്റിലേക്ക് വരാൻ പാടില്ല. അത് ശ്രദ്ധിക്കണം. ഓരോരോ കാര്യത്തിലും നമ്മൾ ഏതെങ്കിലും കല്യാണത്തിന് പോയി, ഏതെങ്കിലും വീട്ടിൽ പോയി, അവിടെ ചിലപ്പോ അവരുടെ മുതൽ ചിലപ്പോ ഹറാമ കലർന്നുണ്ടാവാം, അത് നമ്മൾ അറിയുന്നില്ലല്ലോ. പക്ഷെ അതുപോലും സൂക്ഷ്മത പാലിച്ച മഹാന്മാർ കഴിഞ്ഞു പോയി. പക്ഷെ നമ്മുടെ അറിവോട് കൂടിയിട്ട് നമ്മുടെ സ്വത്തിൽ ഹറാമ് കലർന്നുകൂടാ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഹറാമ് കലർന്ന ഭക്ഷണം കഴിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈമാൻ തെറ്റിപ്പോകുന്നൊരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കല്ലേ അല്ലാഹ്.